പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പേജ് നമ്പർ 45-ലെ ചില ചോദ്യങ്ങളാണ്. ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ ചോദ്യം: ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഒറ്റ സംഖ്യകളാണെന്ന് ഉള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നമുക്ക് എന്താണ് ഒറ്റ സംഖ്യകൾ എന്ന് അറിയണം അല്ലേ? എന്താണ് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9, 11, 13 ഇങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലേ? ഈ ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എന്തായിരിക്കും? ഈ ഒറ്റ സംഖ്യയുടെ വർഗ്ഗങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. 1ന്റെ വർഗ്ഗം 1 ആണ്, 3ന്റെ വർഗ്ഗം 9, 5ന്റെ വർഗ്ഗം 25, 7ന്റെ വർഗ്ഗം 49, 9ന്റെ വർഗ്ഗം 81, 11ന്റെ വർഗ്ഗം 121. ഇതിങ്ങനെ പോകുന്നൊരു ശ്രേണിയാണ്. അപ്പം 1, 9, 25, 49, 81 ഇങ്ങനെയാണ് ഈ ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ പോകുന്നത് അല്ലേ? ഇവിടെ നമുക്ക് എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് നോക്കാം. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, 2, 4, 6 ഇതെന്താണ്? ഇരട്ട സംഖ്യകളാണ് അല്ലേ? ഇതിൽ 1, 3, 5, 7, 9 ഇതൊക്കെ എന്താണ്? ഒറ്റ സംഖ്യകളാണ് അല്ലേ? അപ്പം ഇവിടെ 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന ഈ സംഖ്യകൾ എന്ന് പറയുന്നത് 2ന്റെ ഗുണിതങ്ങളായ സംഖ്യകളാണ്. അപ്പോൾ അത് ഇരട്ട സംഖ്യകളാണ്. 2ന്റെ ഗുണിതവുമാണ്. അതേതാണ്? ഇരട്ട സംഖ്യകളാണ് അല്ലേ? അപ്പം അതിന് നമുക്ക് ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപം നോക്കാം. ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപം, അതായത് 2 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപത്തിന് നമുക്ക് 2 എന്ന്, അതായത് 2ന്റെ ഗുണിതങ്ങളായി പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നില്ല ഇവിടെ? ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എപ്പോഴും 2ന്റെ ഗുണിതങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഇരട്ട സംഖ്യയാണ് 2 എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇതിന് നമുക്ക് 2n എന്ന രീതിയിലാണ് അതിൻ്റെ ബീജഗണിത രൂപം എഴുതിയത്. അപ്പം 2n + 1 അല്ലെങ്കിൽ 2n ഒന്നിച്ച് 1 കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അതെന്താണ്? ഒറ്റ സംഖ്യയാണ് അല്ലേ? അപ്പം നമുക്ക് ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപത്തിന് എങ്ങനെ എഴുതാൻ പറ്റും? ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം അതെന്തായിരിക്കും? അപ്പം 2n കൂട്ടണം 1. അപ്പോൾ ഒറ്റ സംഖ്യയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 2n കൂട്ടണം 1 ആയിരിക്കും അല്ലേ? അപ്പം ഇതിൻ്റെ വർഗം എടുത്താൽ അതെന്തായിരിക്കണം? അതൊരു ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വർഗം എടുത്തു നോക്കാം. അതായത് 2n കൂട്ടണം 1/2 ഇതാണ് ഇതിൻ്റെ വർഗം എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ വർഗം എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു രീതിയായിരുന്നു. ഏതായിരുന്നു അത്? x കൂട്ടണം y അല്ലെ? ഒരു സൂത്രവാക്യം ഉണ്ടായിരുന്നു. ഘാതം 2 സമം x ഘാതം 2 കൂട്ടണം 2xy കൂട്ടണം y ഘാതം 2 അല്ലേ? ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മളത് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം ഇനി നമുക്കപ്പോൾ ഇത് ഇവിടെ കൊടുത്താൽ എന്ത് വരും? 2n ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 2n ഗുണിക്കണം 1 കൂട്ടണം 1 ഘാതം 2 അല്ലേ? അപ്പം 2n ഘാതം 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ഗുണിക്കണം 2 ഗുണിക്കണം n ഘാതം 2. 2n ഘാതം 2 എന്ന് പറഞ്ഞാൽ 2 ഘാതം 2 ഗുണിക്കണം n ഘാതം 2 ആണ്. അപ്പോൾ 2 ഗുണിക്കണം 2 ഗുണിക്കണം n ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 2n ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 2n തന്നെയാണ്. 1 ഘാതം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഉത്തരം 1 ആണ് അല്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ രണ്ടിലും പൊതുവായിട്ട് 2 ഉണ്ട്. അപ്പം നമുക്ക് ആ 2 പുറത്തെടുക്കാം. ഇവിടെ എന്ത് വരും? 2n ഘാതം 2 കൂട്ടണം 2n കൂട്ടണം 1. ഇത് നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? നമ്മൾ നേരത്തെ എഴുതി അതേ രൂപത്തിൽ തന്നെയാണ് വന്നത്. ഏതാണ്? 2n കൂട്ടണം 1. അതായത് 2n ഘാതം 2 കൂട്ടണം 2 എന്ന് പറഞ്ഞ ഒരു സംഖ്യേനെ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ ഉത്തരം കിട്ടുന്നത് എന്തായിരിക്കും? അതൊരു ഒറ്റ സംഖ്യ ആയിരിക്കും. അതായത് 2n ഘാതം 2 കൂട്ടണം 2n. ഈ സംഖ്യേനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? അതൊരു ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് k കൊടുത്തിട്ട് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2k കൂട്ടണം 1 എന്ന് എഴുതാം. അപ്പം k എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യയാണ്. k സമം എണ്ണൽ സംഖ്യ, അല്ലെങ്കിൽ 1 2 3 4 അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഏത് രൂപത്തിൽ തന്നെയാണ്? അപ്പം അതിൻ്റെ ഘാതം അല്ലെങ്കിൽ വർഗം എടുത്താലും നമുക്ക് ഏത് തന്നെയാണ് കിട്ടുന്നത്? ഒരു ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളെല്ലാം എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളെല്ലാം ഒറ്റ സംഖ്യ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. എന്നാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആയിരിക്കും. ഇത് നമുക്ക് ശരിയാണോ നോക്കാം അല്ലേ? ഏത് ഒറ്റ സംഖ്യയുടെയും വർഗങ്ങൾ, ഒറ്റ സംഖ്യയുടെ വർഗം ഏതായിരുന്നു വരുന്നത്? 1, 9, 25, 49, 81 ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് അത് ഹരിച്ചു നോക്കാം. 1നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും അല്ലേ? അടുത്തതോ 9നെ നമുക്ക് 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 9നെ 4 കൊണ്ട് ഹരിച്ചാലോ ശിഷ്ടം 4 ഇവിടെ 2 വരും. 2 ഗുണിക്കണം 4 8. അപ്പം ശിഷ്ടം 1 ആണ് അല്ലേ? പിന്നെയോ 25നെ നമുക്ക് 4 കൊണ്ട് ഗുണിക്കാം. 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 6 ഗുണിക്കണം 4 24. അപ്പം ശിഷ്ടം 1 അല്ലേ? ഇതും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ശിഷ്ടം 1 വരുന്ന സംഖ്യയായിട്ട് എഴുതാൻ പറ്റും അല്ലേ? വർഗത്തിന് എന്ത് ചെയ്യുക? 4 കൊണ്ട് ഹരിച്ചിട്ടാകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ശിഷ്ടം 1 ആണ് കിട്ടുന്നത് ആണല്ലോ. അപ്പം നമുക്ക് ജനറലായിട്ട് അതിനെ എങ്ങനെ എഴുതാൻ നോക്കാം അല്ലേ? അപ്പം 4 കൊണ്ട് ഹരിച്ച് അല്ലേ? 4 കൊണ്ട് ഹരിച്ച് ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ബീജഗണിത രൂപം. സംഖ്യകളുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? 4n കൂട്ടണം 1 ആയിരിക്കും. എന്തായിരിക്കും? 4n, അതായത് ഹരിക്കുമ്പം 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എത്രയാണ്? 1. അപ്പോൾ എന്താണ് അതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്? 4n കൂട്ടണം 1. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഇതെന്താണ്? ഇതിൻ്റെ വർഗം എടുത്താൽ ആ കിട്ടുന്ന ഉത്തരം ഒരു ഒറ്റ സംഖ്യ ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പം ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം അല്ലേ? ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം എന്തായിരുന്നു? 2n കൂട്ടണം 1 അല്ലേ? അപ്പം നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ വർഗം കണ്ടു നോക്കാം. അതായത് 2n കൂട്ടണം 1 ഘാതം 2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പം 2n ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 2n കൂട്ടണം ഗുണിക്കണം 1 കൂട്ടണം 1 ഘാതം 2. ഇനി 2n ഘാതം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4n സ്ക്വയർ അല്ലെങ്കിൽ 4n ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 2n ഗുണിക്കണം 1.
അപ്പം 4n കൂട്ടണം 1/2 എന്ന് പറഞ്ഞ ഉത്തരം എത്രയാണ്? 1 അല്ലെ? അപ്പൊ എന്നെ ശ്രദ്ധിക്കുക, ഇവിടെ 4n² കൂട്ടണം 4n കൂട്ടണം 1 അല്ലെ? ഇതിൽ രണ്ടിലും ഒന്ന് ശ്രദ്ധിക്കുക, എന്തുണ്ട്? 4 പൊതുവായിട്ടുണ്ട്, അപ്പൊ നമുക്കത് പുറത്തെടുക്കാം. അപ്പൊ ബാക്കി എന്ത് വരും? ഇവിടെ ഒരു n² കൂട്ടണം, ഇവിടെയോ n കൂട്ടണം 1. ഇത് ഏത് രൂപത്തിൽ വന്നു? ഇതിന് അതായത് ഈ n⁻2 കൂട്ടണം n എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ കൂടെ 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ എന്താണ്? നമുക്കത് നോക്കാം. എന്നിന് ഞാൻ 1 വില കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിയാണോ എന്ന് നമുക്കറിയണ്ടേ? അപ്പൊ എന്ത് ചെയ്യാ? n⁻2 കൂട്ടണം n, 1/2 കൂട്ടണം 1, 1/2 എന്ന് പറഞ്ഞ ഉത്തരം 1, 1 കൂട്ടണം 1 എത്രയാണ്? 2 അല്ലെ? അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കിയാൽ എന്ത് വരും? 4n² കൂട്ടണം n കൂട്ടണം 1. അപ്പൊ എന്ത് വരും? 4 ഗുണിക്കണം 2 കൂട്ടണം 1. 4 ഗുണിക്കണം 2 എത്രയാണ്? 8 8 കൂട്ടണം 1 9. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 4k കൂട്ടണം 1 എന്ന് എഴുതാം. k എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം 1 പറയാൻ പറ്റും അല്ലേ? ഏത് ഒറ്റ സംഖ്യകളുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണെന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ചോദ്യം എന്താണ്? 8 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യകളിലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ?